നമസ്കാരം. ജന്തർ മന്ദിറിൽ നടക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പോരാട്ടത്തിന് ഓരോ ദിവസവും പിന്തുണ ഏറി വരികയാണല്ലോ. അപ്പോ സിനിമാ മേഖലയിലെ നടന്മാരും നടിമാരും ഒക്കെ നടത്തിയിട്ടുള്ള പിന്തുണയും ഒപ്പം പ്രതികരണങ്ങളും ഒക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, മഞ്ജു വാര്യർ, ജ്യോതിക, അതുപോലെ തന്നെ ആസിഫ് അലി, ദുൽഖർ സൽമാൻ, അങ്ങനെ ഒരുപാട് പേരുടെ നമ്മൾ പ്രതികരണങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാലേട്ടനെ നമുക്ക് അവസാനം കാണാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് മമ്മൂട്ടിയുടെ പ്രതികരണം നോക്കാം. അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത്? യുവാക്കളാണ് നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത്. അവരെ കേൾക്കൂ, അവരെ സംരക്ഷിക്കൂ, ശാക്തീകരിക്കൂ എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണല്ലേ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. സ്വാഭാവികമായി നാഷണൽ അവാർഡൊക്കെ കിട്ടുന്ന നടന്മാരൊക്കെ ഇങ്ങനെ ഇരുന്ന് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ വിഷയത്തിൽ അതിശക്തമായ പ്രതികരണം രേഖപ്പെടുത്താൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. മമ്മൂട്ടി അല്ലെങ്കിലും എക്കാലത്തും നിലപാട് പറയാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല കേട്ടോ. അതിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. മമ്മൂട്ടിയെ എന്തായാലും ഈ സിനിമയിലുള്ള നടന്മാരൊക്കെ ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ് കേട്ടോ. മമ്മൂട്ടിയെ പോലെ നിരവധി നട്ടലുള്ള നടന്മാർ ഇപ്പോഴും മലയാളത്തിലുണ്ട് കേട്ടോ, യുവ നടന്മാരൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ദുൽഖറിന്റെ പ്രതികരണം നോക്കാം. ദുൽഖർ ഇങ്ങനെയാണ് പറഞ്ഞത്: ചില വിദ്യാർത്ഥികൾക്ക് മുന്നോട്ട് പോകാൻ വഴികളില്ലെന്ന് തോന്നുന്നതും അതിൽ ചിലർ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ മുതിരുന്നതും എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഏറെ പ്രതീക്ഷകളുള്ള മനുഷ്യരാണ് അവിടെ സമരം ചെയ്യുന്നത്. അവർ തീർച്ചയായും നീതി അർഹിക്കുന്നു. സംഭവത്തിൽ അർത്ഥവത്തായ ചർച്ചകളും സമാധാനപരമായ പരിഹാരങ്ങളും വിവേകവും സഹാനുഭൂതിയും നിറഞ്ഞ തീരുമാനങ്ങളും ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഭിന്നിപ്പിന്റെയും അക്രമത്തിന്റെയും അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കുന്നതിനേക്കാൾ കരുത്തുറ്റതായിരിക്കും പരസ്പര ധാരണയിൽ കെട്ടിപ്പടുക്കുന്ന ഭാവി എന്നാണ് ദുൽഖർ പറഞ്ഞത്. ആസിഫ് അലി എന്താണ് പറഞ്ഞത് നോക്കാം. രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം. അവർക്കൊപ്പം അണിചേരേണ്ടത് പൊതുസമൂഹത്തിന്റെ കടമയാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു കേട്ടോ. ഡൽഹിയിലും രാജ്യത്തിലുടനീളവും സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളും യുവജനങ്ങളും ഈ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങൾ കൂടിയാണ്. അവർക്ക് പറയാനുള്ളത് കേൾക്കുക എന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. അവർക്കൊപ്പം എല്ലാവരോടും അണിചേരാനാണ് ആസിഫ് അലി പറയുന്നത്. മഞ്ജു പറയുന്നത് ഇങ്ങനെയാണ്: മാനുഷികത അതാണ് എല്ലാ രാഷ്ട്രീയത്തിനും മേലെ നിൽക്കേണ്ടത്. നമ്മുടെ യുവതലമുറയ്ക്ക് അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാനും ആശങ്കകൾ പങ്കുവെക്കാനും സമാധാനപരമായി പ്രതിഷേധിക്കാനും അവകാശമുണ്ട്. ഇന്ത്യയിൽ എവിടെയായാലും പരീക്ഷാ സമ്പ്രദായങ്ങളുടെ വിശ്വാസ്യത കാത്തു സൂക്ഷിച്ചേ പറ്റൂ. നമ്മുടെ വിദ്യാഭ്യാസ പരീക്ഷാ സംവിധാനത്തിലുള്ള വിശ്വാസം ശക്തിപ്പെടണം. മെറിറ്റിനും സത്യസന്ധതയ്ക്കും നീതിക്കും എന്നും മുൻഗണന ലഭിക്കണം. നമ്മുടെ മക്കൾക്ക് ഭയമല്ല, പ്രതീക്ഷയാണ് നാം സമ്മാനിക്കേണ്ടത്. അവരുടെ ഭാവി സുരക്ഷിതമാകട്ടെ, അവരുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ എന്നാണ് മഞ്ജു പറഞ്ഞത്. ജ്യോതിക പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ: ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഞാൻ വിദ്യാർത്ഥികൾക്കും രാജ്യത്തിന്റെ ഭാവിക്കുമൊപ്പം ഉത്തരവാദിത്തത്തോടെ നിലകൊള്ളുന്നു. ജനാധിപത്യ ഇന്ത്യക്കായി, മികച്ച പരിഷ്കൃത വിദ്യാഭ്യാസത്തിനായി സോനം വാങ്ചുക്ക്, അഭിജിത് ദീപ് കെ, സൗരവ് ദാസ് അമ്മമാരെന്ന നിലയിൽ നിങ്ങളെപ്പോലെ ഞങ്ങളുടെ മക്കളെ വളർത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മളാണ് ഇന്ത്യ എന്ന് നിങ്ങൾ തെളിയിച്ചു. ഞങ്ങളെ നിർഭയരാക്കിയതിനും നന്ദി. ജയ് ഹിന്ദ് എന്നാണ് ജ്യോതിക പറഞ്ഞത്. ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ: ഭരണത്തിൽ എതിർപ്പുള്ളവരാണ് എതിർ ശബ്ദം ഉയർത്തുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. അവരെ അടിച്ചമർത്തുന്നത് ജനാധിപത്യപരമല്ലെന്നും രാജ്യദ്രോഹികളാക്കുന്നത് ഭരണകൂടത്തിനെതിരെ സംസാരിക്കുമ്പോഴാണെന്നും ഷൈൻ പറയുന്നുണ്ട്. സർക്കാരിനെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാകാം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുന്നതെന്നാണ് നീറ്റ് പരീക്ഷയെക്കുറിച്ച് ഷൈൻ പറയുന്നത്. ഡൽഹിയിൽ എന്നല്ല, ലോകത്തെവിടെയും അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർക്കൊപ്പമാണ് താനെന്നും ഷൈൻ പറയുന്നുണ്ട്. താരങ്ങൾ പറയുന്നത് അവരുടെ അഭിപ്രായമാണെന്നും അത് പറയാനുള്ള സ്വാതന്ത്ര്യമാണ് 1947 ലഭിച്ചതെന്നും എന്തായാലും ഷൈൻ ടോം ചാക്കോ പറയുന്നു. പിന്നെ എല്ലാവരും ആലോചിക്കുന്നത് എന്തായിരിക്കും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടാവുക എന്നല്ലേ. ലാലേട്ടൻ എന്താ പറഞ്ഞത്? ഇതാണ്. മനസ്സിലായോ? ലാലേട്ടൻ ഇങ്ങനെയാണ് പറയുന്നത്. ലാലേട്ടൻ ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തി കാണാൻ ആഗ്രഹമുണ്ട് ലാലേട്ടന്റെ. പക്ഷെ എന്തു പറയാനാണ്? ലാലേട്ടൻ ഇത്തരം സംഭവങ്ങളിലൊക്കെ നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് സിനിമയിൽ മാത്രമേ മാസ് ഡയലോഗ് പറയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. സിനിമയിൽ മാത്രമാണ് ലാലേട്ടൻ മാസ് ഡയലോഗ് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ളൂ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ലാലേട്ടൻ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു പ്രതികരണവും രേഖപ്പെടുത്തി നമ്മൾ കണ്ടിട്ടേയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മകൾ വിസ്മയ മോഹൻലാൽ ഞെട്ടിച്ചു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ സമരത്തിന് വലിയ പിന്തുണ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലെ. വലിയ പിന്തുണ കൊടുത്തു. അതിന്റെ പേരിൽ ഒരുപാട് സൈബർ ആക്രമണങ്ങളൊക്കെ അദ്ദേഹം ഈ പറയുന്ന വിസ്മയ മോഹൻലാൽ നേരിടുന്നുണ്ട്. എന്തുകൊണ്ട് ലാലേട്ടൻ പ്രതികരിക്കുന്നില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ലാലേട്ടൻ ഇങ്ങനെയാണ് ഹേ, ലാലേട്ടൻ അങ്ങനെ പ്രതികരിക്കാറില്ല ഹേ. നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ. സത്യത്തിൽ ഇത്തരം സന്ദർഭങ്ങളിലല്ലേ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസർമാർ, ഇത്തരത്തിലുള്ള മഹാനടന്മാരൊക്കെ പ്രതിരോധിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും. പക്ഷേ അവർ ഒരു വിഷയത്തിലും ഇത്തരത്തിൽ പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് സത്യത്തിൽ മമ്മൂട്ടിയോട് വല്ലാത്ത ഒരു സ്നേഹം തോന്നിപ്പോകുന്നത്. ഇവിടെയാണ് മമ്മൂട്ടിയുടെ നിലപാട് കാണുമ്പോൾ ആ
മുതലിനെ കണ്ട് പഠിക്കുമെന്ന് മോഹൻലാലിനോട് പറയാൻ തോന്നിപ്പോകുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മൾ നിരവധി നടന്മാർ നടിമാരൊക്കെ ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തിയൊക്കെ നമ്മൾ കണ്ടു. കേരളത്തിലെ പല നടന്മാരും നടിമാരും ഒക്കെ ഇത്തരം വിഷയങ്ങളിൽ പ്രതികരണം രേഖപ്പെടുത്താൻ ഒരു മടിയുമില്ലാത്തവരാണെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ. മാത്രമല്ല, ഈ വിഷയത്തിൽ എന്നെ ഏറെ ഒരു വേദനിപ്പിച്ച ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും വലിയൊരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ സമരം നടക്കുമ്പോഴും ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ഈ സിനിമാ സംഘടനകളൊക്കെ ഈ ഭയക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സിനിമാ സംഘടനകൾ പോലുള്ള സംഘടനകളൊക്കെ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇത്തരം പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ ഒരു വലിയ കരുത്തു പകർന്നുകൊണ്ട് അവരും രംഗത്തേക്ക് വരേണ്ടതല്ലേ? എവിടെയല്ല അവർക്കൊക്കെ ഇതിന് സമയം? അവർ ഈ പറയുന്ന പോലെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചെളി വാരി എറിഞ്ഞൊക്കെ നടക്കുകയില്ല. അതിനിടയിൽ ഇതിനൊക്കെ ശ്രദ്ധിക്കാനും ഇതിനെതിരെ പ്രതികരിക്കാനും ഒക്കെ എവിടെയാണ് സമയം? ഈ പ്രകാശ് രാജിനെ ഒക്കെ കണ്ടുപിടിക്കണം കേട്ടോ, കേരളത്തിലെ പല നടന്മാരും ഒക്കെ. പ്രകാശ് രാജൊക്കെ തുടക്കം മുതൽ തന്നെ ഈ ജന്തർ മന്ദറിൽ ഇവർ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള പോരാട്ടം ഒയ്യോ ഒന്നും പറയാനില്ല. അദ്ദേഹത്തെയൊക്കെ കാണുമ്പോൾ റെസ്പെക്റ്റ് ആണ് തോന്നിപ്പോകുന്നത്. സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും നമുക്ക് ഹീറോ ആകാൻ കഴിയണം. അതെങ്ങനെയെന്ന് മമ്മൂട്ടിയും പ്രകാശ് രാജും മഞ്ജു വാര്യരും ടോവിനോയും പൃഥ്വിരാജും അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ദുൽഖർ അടക്കമുള്ള ആസിഫ് അലി അടക്കമുള്ള ആളുകളൊക്കെ നമ്മളെ കാണിച്ചു തരികയാണ്. ഇങ്ങനെ വേണം, ഇങ്ങനെ പ്രതികരിച്ചു വേണം, അനീതിക്കെതിരെ പോരാടി വേണം നമ്മളൊക്കെ എങ്ങനെ ജീവിക്കാൻ. ഇവരൊക്കെ അവിടെ കൊണ്ടുപോയി ഇരുത്തുന്ന ആരാണ്? ഈ നരേന്ദ്രമോദിയെയും അമിത്ഷായും ഒക്കെ അവിടെ കൊണ്ടുപോയി ഇരുത്തുന്ന ആരാണ്? ഈ നാട്ടിലെ ജനങ്ങളാണ്. ആ ജനങ്ങളെയാണ് ഈ പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ആ തെരുവിൽ തല തല്ലിപ്പൊളിച്ചത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ വിഷയം നമുക്ക് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നീതി കിട്ടേണ്ട ഒന്ന് തന്നെയല്ലേ? എത്രയധികം ജീവനുകളാണ് ഈ ഒരൊറ്റ സംഭവം മൂലം ഇല്ലാതായത്? ആ ജീവനൊക്കെ എന്താണ് ഒരു വിലയുമില്ല എന്നൊരു തോന്നല് ഈ ഭരണകൂടത്തിൽ ഉണ്ടാകുന്നത്? അത് ഉണ്ടാകാൻ കാരണം വേറൊന്നുമല്ല, അവരൊക്കെ ഇവരെ ഒരു കീടമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു. ഈ പറയുന്ന ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നോക്കൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ, അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് പലരും നടത്തിക്കൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ ഒരു രീതി പറഞ്ഞ വലിയ സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. എക്കാലത്തും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് കേരളം നൽകുന്ന പിന്തുണ അത് കാണാതിരിക്കാൻ കഴിയില്ല, പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ചില ആളുകളൊക്കെ ഇത്തരത്തിലുള്ള മൗനം പാലിക്കുന്നതും ഏറെ സങ്കടകരമാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. നോക്കൂ, ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുമ്പോൾ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം സത്യത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമരവേദിയിൽ പോയി നിന്ന് വലിയ അവർക്ക് ഒരു ആവേശം പകർന്ന് അവരുടെ ആ സമരത്തിന് ഒരു ഊർജ്ജം പകരുകയല്ലേ ചെയ്യേണ്ടത്. പക്ഷേ രാഹുൽ ഗാന്ധിയൊക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ അവർക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് ഒരു പോരാട്ട വീര്യം പകർന്നുകൊണ്ടൊക്കെ സംസാരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ സമരം ഒരു ഘട്ടത്തിൽ വിജയിക്കുമെന്നായപ്പോഴാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും സംഘവും ഒക്കെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഒരു പ്രതിഷേധം നടത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് അതിന്റെ ഉദ്ദേശം? അതായത് ഈ CJP നടത്തുന്ന പ്രതിഷേധത്തിന്റെ ക്രെഡിറ്റ് പോവുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയൊന്നും ആയി മാറരുത് മിസ്റ്റർ രാഹുൽ ഗാന്ധി നിങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. ഇപ്പോ എന്താണ് രസം എന്ന് അറിയാമോ? കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയാത്തത് CJPക്ക് ഇവിടെ ചെയ്യാൻ കഴിയുകയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ജനങ്ങൾ ആഗ്രഹിച്ചത് രാഹുൽ ഗാന്ധിയിൽ നിന്ന് കിട്ടിയില്ല, അത് അഭിജിത്തിൽ നിന്ന് കിട്ടുകയാണ്, അഭിജിത്ത് ദീപ്കയിൽ നിന്ന് കിട്ടുകയാണ്. അദ്ദേഹം ഒരു നല്ല രീതിയിൽ എങ്ങനെ വേണം ഒരു അനീതിക്കെതിരെ പോരാടാനെന്നും എങ്ങനെയാണ് പോരാട്ടം നയിക്കേണ്ടതെന്നും ഭരണകൂടത്തിന്റെ ഭീകരതക്കെതിരെ അനീതിക്കെതിരെ ഏത് രീതിയിൽ പ്രതിഷേധിക്കണമെന്നൊക്കെ കാണിച്ചു നമ്മളെ തരികയാണ്. ഒരു നല്ല നേതാവ് നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നു. ആ നേതാവിനൊപ്പം ഈ രാജ്യം മുഴുവൻ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായും എന്തൊക്കെയോ അധികാര കസേരയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന പല നേതാക്കളും ഒക്കെ ഈ പറയുന്ന അഭിജിത്തിനെയും CJP ഒക്കെ ഹൈജാക്ക് ചെയ്ത് നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടത്തും. പക്ഷേ ആ കഞ്ഞി ഈ കലത്തിൽ വേവുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.